പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിന്ന് അഴീക്കൽ പോകുന്ന വീഡിയോ ആണ് രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നമ്മളൊരു ചേട്ടനുണ്ട്, ചേട്ടൻ. ഇപ്പം നിൽക്കുന്നത് കൊച്ചിച്ചട്ടി പാലത്തിലാണ്. ഇവിടുന്ന് ഏകദേശം നോണ്ട ഇല്ല കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. നമുക്ക് ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ആവും? ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ അത്ര പോലുണ്ട്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ് അല്ലേ? ഇത് ആലപ്പുഴ ജില്ല പോകണേ. ഇനി നമ്മൾ കൊല്ലത്തിലോട്ടാണ് പോകുന്നത്. കാര്യം ആലപ്പുഴയും കൊല്ലവും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പാലമാണ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന പാലം. ഇതാണ് ലൈറ്റ് ഹൗസ്. കുറേ നാളായിട്ട് ഈ ലൈറ്റ് ഹൗസ് ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും ഓപ്പൺ ആയെന്ന് തോന്നുന്നു. ലൈറ്റ് ഹൗസ് കയറണമെങ്കിൽ അവിടെ ചെന്നത് എന്തോ 20 രൂപ പാസ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ പാലം. ഈ വളവ് തിരിഞ്ഞ് പക്ഷേ തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യൂ ഉണ്ട്. കാണണോ ഈ വളം ഇങ്ങനെ കൊണ്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യൂ. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയും കൊല്ലം ജില്ലയായിട്ട് കണക്ട് ചെയ്യുന്ന പാലത്തിൻ്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ടും അശ്വിൻ ഫോട്ടോ എടുക്കുകയാണ്. മഴയ്ക്കുള്ളൊരു കോളുണ്ടോ കേട്ടാ? നമ്മൾ അശ്വിൻബ്രോയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. 50 ആണോ 85 ആണോ? കൊള്ളാം. ഇനി ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണ് കാണേണ്ടത്. സീൻ സാധനം. നിക്ക് കണ്ണഞ്ചേട്ടൻ നിക്ക്. കണ്ണഞ്ചേട്ടൻ ഫോട്ടോ അശ്വിൻ എടുക്കും. കൈ അങ്ങനെ വെക്കണ്ട, കൈ അങ്ങനെ വെക്കണ്ട. ആ അങ്ങനെ വെച്ചു. ഹാഫ് മതി. ലാൻഡ്സ്കേപ്പ് ഇട്, അല്ല പോർട്രേറ്റ് ഇട്. സോറി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട, കളർ എടുത്താൽ മതി. കളറാണല്ലേ? ഞാനൊരു ഫോട്ടോ എടുക്കാം. ഇത് കൊള്ളാടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊള്ളാം. ഞാനൊരു ഫോട്ടോ എടുക്കാം. റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് അല്ലേ ഇതല്ല? ചെറിയൊരു ഇതുണ്ട്. നമുക്ക് ബീച്ചിലോട്ട് പോണ്ടായോ? പോണ്ടേ? ചായ കുടിക്കാം. അതാണ് ഹാർബർ. എല്ലാ ബോട്ടുകളും അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് എത്തി. എന്താ ഇല്ലേ, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് വരിക, കൊല്ലത്തുനിന്ന് ആലപ്പുഴയിലോട്ട് പോകാം. നമുക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇന്നലത്തെ പോലെ മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. എന്താ സ്കൈ. മായംകുളങ്ങാർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് അവസാനം എന്നും ഉത്സവമാണ് ഇവിടെ. അതെ അതെ, ഐസ്ക്രീം കഴിച്ചു പോവാം. നമ്മള് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൊല്ലമാണ്, അത് ആലപ്പുഴയാണ്. ഇവിടെ ഒരു സെറ്റപ്പായിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കൊണ്ട് ഭയങ്കര ആളാണ്. അവിടെ ഒറ്റ മനുഷ്യരില്ല, കണ്ടില്ലേ? അത് ശരിയാ. പണ്ട് അവിടെ ആയിരുന്നു എല്ലാരും. പണ്ട് ഇങ്ങോട്ട് പാലമില്ലായിരുന്നു. പണ്ട് അവിടെ വരെ വരത്തുള്ളായിരുന്നു. ഇപ്പം പാലം ഉണ്ടായത് ഇവിടെ ഒരു സെറ്റപ്പ് ആക്കി മൊത്തം. അതുകൊണ്ട് ഇവിടെ കടകളായി, ആൾക്കാരായി, കണ്ടില്ലേ? ഇത് നടക്കാനുള്ള സെറ്റപ്പായി എല്ലാം ഉണ്ട്. അവിടെ ഒന്നുമില്ല, ആകെ ഉള്ളത് വാച്ച് ടവർ മാത്രമേ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് മാത്രം അവിടെ 10 പേര് വന്നു, അല്ലെങ്കിൽ അവിടെ അതും ഇല്ല. അത് ശരി കേട്ടോ.
ഓ എന്നിട്ട് പെട്ടെന്ന് പോവാം. അത് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ അതെ, പുള്ളി പറയുന്നത് നമ്മള് കാര്യമാക്കണം. അല്ല, അവിടെ ആ ലൈറ്റ് ഹൗസ് ഉള്ളതുകൊണ്ട് അവിടെ തിരക്ക്, ഇല്ലെങ്കിൽ അവിടെ ആരുണ്ട്? നമ്മൾ അന്നൊന്ന് കാണിച്ചോട്ട് ഇവിടെ ആരെങ്കിലും കാണിക്കൂ. അതൊക്കെ അറമാതിരല്ലേ, അറമാതിരി. എങ്ങനെയുണ്ടാ ഫോട്ടോ കാണിക്കണേ? ഇത്ര കളറുണ്ടില്ലേ നോക്കിയേ, ഓറഞ്ച്. ഒന്നുകൂടെ കാണിക്കേ. അണ്ണൻ ചേട്ടൻ്റെ മാസ്മരിക്ക സാധനം. അടിപൊളി ഒരു തിര അടിച്ച്. ഇതൊക്കെ ഇത് വെച്ചോ, തമ്മിൽ വെച്ചോ. തേണ്ടേ ഇനി വാ, ഫോട്ടോ നോക്ക്. കാന്താരേ ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. അടിപൊളിയില്ലേ? മീൻ പിടിക്കാൻ പോവാണോ? കളറിന് രക്ഷയില്ല. ഇപ്പോഴെ കുറച്ചുകൂടെ അടിപൊളിയാടാ. ഇങ്ങ വന്നേ, വാ വാ, ഇങ്ങ വാ. നമ്മൾ ഇന്നലെ പറഞ്ഞു നല്ല സൺസെറ്റ് കിട്ടും. കിട്ടിയല്ലോ. നീ വേണോ? എന്ത് കളറാ നോക്കി. ഏതൊക്കെ കളർ ഉണ്ടെന്ന് പറയാമോ? ഇതല്ല, ഒരു പിങ്ക് കളർ. ആ വെള്ളത്തിലോട്ട് നോക്കി, അവിടെ പിങ്ക്, വെള്ളത്തിൽ പിങ്ക് കളർ ഉണ്ടോ? അടിപൊളി. ആ വെള്ളം അവിടെ പോകുമ്പോ കളർ കൂടിക്കൂടി വരും കേട്ടോ. എന്തേലും പറ. നമ്മുടെ സ്കൈയുടെ മാത്രം ഒരു വിഷ്വൽ എടുത്തേക്ക്. എന്താ കിട്ടും. ഇറങ്ങി ഇതൊക്കെ കണ്ട ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു സൺസെറ്റ് ഉണ്ട്, നമ്മളെ മനസ്സൊക്കെ ഒന്ന് ശാന്തം അല്ലേ? സംഭവം ശരിയാ. അല്ലെങ്കിൽ കടലെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്കിനി എന്തൊക്കെ സീനുണ്ടെന്ന് പറഞ്ഞാലും വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. കടലിലോട്ട് ഇറങ്ങി നോക്കണം. ഇറങ്ങിയ പ്രശ്നമാണ്. അങ്ങനെ ഇറങ്ങി നോക്കുമല്ലോ, മനസ്സുകൊണ്ട് ഇറങ്ങി. ഓ അങ്ങനെ. അങ്ങനെ മൂണിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ. കൈ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം. ബനാന പോലുണ്ട്. വെള്ളം പോകുന്നുണ്ട്. പാലത്തിന്റെ വ്യൂ. പണ്ട് ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ലൈറ്റ് ഒക്കെ കുറവാ. ഒരു സൺഡേ ഈവനിങ് ആണ് ഇപ്പൊ നമ്മള്. അടിപൊളി മൊത്തം ഒരു വൈബ്. ഇനി ഒരു ചൂട് കട്ടനായി കുടിക്കാറുണ്ട്. മെൻഷൻ ചെയ്യാൻ മോശമായി പോയി. അബീസാറിനോട് അല്ല, ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരോടുള്ള ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൻ ചേട്ടൻ കട്ടൻ പറഞ്ഞിരിക്കുകയാണ്. ഏതോ 10 കച്ചവടം ഒപ്പിച്ചോട്, 10 കച്ചവടം ഒപ്പിച്ചോട് അശ്വിനെ. ഇവിടെ മുട്ട വന്നിരിക്കുകയാണ്. വെക്ക് വെക്ക്. ചൂടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു, വലിയ ടേസ്റ്റില്ല. സുഹൃത്തുക്കളെ, കട്ടൻ വന്നിരിക്കുകയാണ്. ഹോം മെയ്ഡ് ആണോ? ആയിട്ടല്ലേ? മധുരം ഞാൻ കഴിക്കുന്നില്ല. അതെ, മധുരം ഇടാത്ത കട്ട എണ്ണപ്പല്ലായിട്ട് നമ്മൾ കഴിക്കുന്നു. അതെ, നോക്കണം. 108 കിലോ ഉണ്ടായിരുന്നില്ല. എത്ര? 120? 120 കിലോ. 120 കിലോയ്ക്ക് എത്തിയതാണ്. 120 കിലോ അല്ലായിരുന്നു മോനെ നമ്മൾ. 120 കിലോ. അവിടെ നിന്നാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ മധുരോടാണ് ഇച്ചിരി മധുരം ഇടാൻ പറ. വേണ്ട വേണ്ട, കുഴപ്പമില്ല. ഇനി വേണ്ടേ, അടുത്ത മാസം ചോർച്ചരാകുമ്പോഴത്തേക്ക് എന്നും പോവാ നമ്മള്. ഓരോ ദിവസം ഇടണം. ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ്. പൈനാപ്പിൾ എടുത്തോ.
ഞാനുണ്ട് പൈനാപ്പിൾ കണ്ടേ നമ്മൾ മധുരവേലും കാണിച്ചിരി. ദുബായിൽ മാത്രം കണ്ടുവരുന്ന ഒരു സൈസം ജീവിയാണ്. നമ്മുടെ അഴീക്കൽ ബീച്ചിലും ഇപ്പോൾ ഇതിനെ കണ്ടുവരാറുണ്ട്. ഇവിടെ ജീവിക്കോ ഒട്ടകം? പിന്നെന്താ അതെ. ഞാൻ ഒരു പുള്ളിക്കാരൻ ലൈറ്റിൻ്റെ അവിടെ കയറി ഇരിക്കുന്നത്. എന്താ പരിപാടി? ഞാനെയോ എന്താ പരിപാടി? പൈസ കിട്ടുമോ? പിന്നെ 2000 രൂപ നോക്കിയാലോ. ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റാനും ഇറക്കാനും അവിടെ. നീ അതോടെ കഴിയും. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറക്കാൻ. ഒട്ടകത്തിന്റെ പുറത്ത് നാളെ ഇറക്കാനാ സെറ്റപ്പ്. പിന്നെ എങ്ങനെ ഇറക്കാനാണ്? 2000 രൂപയ്ക്ക് ഞാനാല. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യോ? അപ്പൊ നമുക്ക് വളരെ അടിപൊളി ഒരു സായാഹ്നമായിരുന്നു അഴീക്കൽ ബീച്ച് ഇല്ലയോ? അതെ അതെ. അഴിച്ച് പൊളിച്ച് ഞങ്ങള് അത് കട്ടനെ കുടിച്ച് ചേരം കുറച്ച് ക്ലാസ് ഒക്കെ കൊടുത്ത് അതെ മോട്ടിവേഷൻ ഉഷാറാക്കി. നല്ല അടിപൊളി സൺസെറ്റ്. ഇപ്പൊ വീഡിയോ സൺസെറ്റ് ഓറഞ്ച് വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയറും മണിയും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.